ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ഫാം വർക്കർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇതിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയതാര്? അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഓപ്ഷൻ ബി, മൗലാന അബ്ദുൽ കലാം ആസാദ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. തെറ്റായിട്ടുള്ളത് ലക്ഷ്യപ്രമേയം, ഡോക്ടർ BR അംബേദ്കർ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി മൂന്നും ശരിയാണ്. ഓപ്ഷൻ ഡി. മൂന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലികാവകാശങ്ങൾ കണ്ടെത്തുക. തന്നിരിക്കുന്നതില് മൗലികാവകാശം 1ഉം 2ഉമാണ്. ഓപ്ഷൻ ബി. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓപ്ഷൻ ബി. നാലാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ്. ആരുടെ വാക്കുകളാണിത്? പ്ലേറ്റോ. ആൻസർ ഓപ്ഷൻ എ, പ്ലേറ്റോ. അഞ്ചാമത്തെ ചോദ്യം, ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? LMS കൊച്ചിയിലും തിരുവിതാംകൂറിലുമാണ്. ഓപ്ഷൻ സി. 6. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ നടത്തിയതെന്ന്? സവർണജാഥ 1924 നവംബർ 1. ഓപ്ഷൻ ബി, 1924 നവംബർ 1. ഏഴാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര്? ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഓപ്ഷൻ ബി. എട്ടാമത്തെ ചോദ്യം, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെ കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത്, ഇങ്ങനെ പറഞ്ഞത് ഗാന്ധിജിയാണ്. ആൻസർ ഓപ്ഷൻ സി, ഗാന്ധിജി. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിക്കപ്പെട്ടിരുന്നത്? ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി ബംഗാൾ. ഓപ്ഷൻ എ, ബംഗാൾ. പത്താമത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട്. 11. 2024 നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തേതാണ്? 2024 നിലവിൽ വന്ന ലോക്സഭ 18. ഓപ്ഷൻ സി, 18ാമത്തേത്. 12. 1916 DK കാർവെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെ? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ പൂനെയില്. ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 13. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം? ആനന്ദമഠം. സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലാണ് ആനന്ദമഠം. ഓപ്ഷൻ ബി. 14ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ളതാണ്. ഓപ്ഷൻ എ, ചട്ടമ്പി സ്വാമികൾ. ക്വസ്റ്റ്യൻ നമ്പർ 15. തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. തെറ്റായിട്ടുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ തെറ്റ്, സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് രാമകൃഷ്ണ പിള്ള. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. ബാക്കി മൂന്നും ശരിയായിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത എന്ന് ചോദിച്ചിരിക്കുന്നത്: 1. ദൃഢവും അയവുള്ളതുമായ ഭരണഘടന. 2. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. 3. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന. 4. മാർഗനിർദ്ദേശ തത്വങ്ങൾ. ഇതില് 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 1ഉം 2ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി 1, 2, 4 ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? 1. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക.
2 രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക. 3 ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഈ തന്നിരിക്കുന്നതെല്ലാം പാർലമെന്റിന്റെ ചുമതലകളെയാണ് സൂചിപ്പിക്കുന്നത്. ഓപ്ഷൻ ബി പാർലമെന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 18. ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ശരിയായിട്ടുള്ളതാണ് എഴുതേണ്ടത്. 1 1951 to 56 ആണ് പദ്ധതിയുടെ കാലയളവ്. 2 വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകി. 3 കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി. 4 ഹാരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത്. ശരിയായിട്ടുള്ളത് 1, 3, 4 ആണ്. ഓപ്ഷൻ 1, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി 1, 3, 4. 19ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്കുശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏത്? തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. തന്നിരിക്കുന്നതിൽ 4ാമത്തെ മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ബൊക്കാറോ ഫ്രാൻസ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറി. ഓപ്ഷൻ എ സുമൻ ബെറി. 21. താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. 1 ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. 2 ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന നിലവിൽ വന്നു. 3 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. 4 ചന്ദ്രയാൻ ദൗത്യം. ഇവിടെ തന്നിരിക്കുന്നത് 4ഉം ഓർഡറിൽ തന്നെയാണ്. ഓപ്ഷൻ എ 1, 2, 3, 4. 21 ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. 1 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാർ. ശരിയാണ്. 2 ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. ശരിയായിട്ടുള്ളതാണ്. 3 ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. തെറ്റാണ്. 4 ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ശരിയാണ്. അപ്പൊ തെറ്റായിട്ടുള്ളതാണ് ഇവിടെ ചോദ്യം. 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി 3 മാത്രം. 23. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയതെന്ന്? 2023 ഓഗസ്റ്റ് 23. ഓപ്ഷൻ ഡി. 24. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ ബി. 25. ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? കൃഷ്ണ. ഓപ്ഷൻ എ കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. 26. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നു. അതിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്താനാണ് ചോദ്യം. വാഴച്ചാൽ തൃശൂർ, ചീയപ്പാറ പത്തനംതിട്ട. ചീയപ്പാറ പത്തനംതിട്ടയല്ല, ചീയപ്പാറ ഇടുക്കിയാണ്. ബാക്കി ശരിയായിട്ടുള്ളതാണ്. പാലരുവി കൊല്ലം, തുഷാരഗിരി കോഴിക്കോട്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 27. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം? അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം വിരാട് കോഹ്ലി. ഓപ്ഷൻ സി വിരാട് കോഹ്ലി. 28. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായിട്ടുള്ളതാണ് കണ്ടെത്തേണ്ടത്. 1 കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. 2 വേമ്പനാട് കായലിൽ പതിക്കുന്ന പമ്പ നദിയുടെ പോഷക നദികളാണ് കക്കി, കല്ലാർ. 3 പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി. 28 ഓപ്ഷൻ ഡി. 29. കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ദേശീയോദ്യാനത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളതാണ് കണ്ടെത്തേണ്ടത്. 1 ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. 2 ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. 3 കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവികുളം.
4 വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. ഇതിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1, 2, 4 ശരിയായിട്ടുള്ളത്. ഏറ്റവും ചെറുത് ഇരവികുളമല്ല, പാമ്പാടുംചോല. 30 താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? 1 KT ഇർഫാൻ, 2 സിനി ജോസ്, 3 ജിമ്മി ജോർജ്, 4 അഞ്ജു ബോബി ജോർജ്. അത്ലറ്റുകളിലുള്ളത് 1, 2, 4. ജിമ്മി ജോർജ് വോളിബോൾ പ്ലെയർ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 4. 31 കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. യോജിക്കാത്തതാണ് വേണ്ടത്. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. മത്സ്യഫെഡിന്റെ ആസ്ഥാനം കൊച്ചി. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തി. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. 2, 3 തെറ്റായിട്ടുള്ളത്. മത്സ്യഫെഡിന്റെ ആസ്ഥാനം കൊച്ചിയല്ല, തിരുവനന്തപുരമാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. 2, 3 തെറ്റായിട്ടുള്ളത്. യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. 2, 3. 32 താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഏത്? ദേശീയ ജലപാത 3. കൊല്ലത്തെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്നു. ദേശീയ ജലപാത 3. 33ാമത്തെ ചോദ്യം. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന്? 2023 ഓഗസ്റ്റ് 23. 2 തവണ ആവർത്തിച്ചിട്ടുണ്ട് ചോദ്യം. 34 കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത്? പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ. 35 താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏത്? കടൽ തീരമില്ലാത്ത ജില്ല പത്തനംതിട്ട. ഓപ്ഷൻ സി. 36 താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. 1 പത്കായ് ബും, 2 മിസോ കുന്നുകൾ, 3 ഹിമാദ്രി, 4 ഗാരോ ഖാസി കുന്നുകൾ. കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് പത്കായ് ബും, മീസോ കുന്നുകൾ, ഗാരോ ഖാസി കുന്നുകൾ. 1, 2, 4. ഓപ്ഷൻ സി. 37 ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തതാണ് ചോദ്യം. 1 റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ. ശരിയാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. തെറ്റാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ശരിയാണ്. താരതമ്യേന വീതി കൂടുതൽ. തെറ്റാണ്. തെറ്റായിട്ടുള്ളതാണ് ചോദ്യം. 2, 4 ഇവിടെ തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തതാണ് 2, 4. ഓപ്ഷൻ സി. 38 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി? SK വസന്തൻ. ഓപ്ഷൻ ബി SK വസന്തൻ. 39 സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി? കെടാവിളക്ക്. ഓപ്ഷൻ എ കെടാവിളക്ക്. 40ാമത്തെ ചോദ്യം. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായിട്ടുള്ളതാണ്. 1 ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി. തെറ്റാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി 680 മെഗാവാട്ട്. തെറ്റാണ്. അപ്പൊ തെറ്റായിട്ടുള്ളത് 2, 4. ഓപ്ഷൻ ബി. 41ാമത്തെ ചോദ്യം. കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഇവിടെയും തെറ്റായിട്ടുള്ളതാണ് ചോദ്യം. 1 സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം. തെറ്റാണ്. 2 ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം. 3 മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. 4 മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. തെറ്റായിട്ടുള്ളത് 1 മാത്രം. ഓപ്ഷൻ എ. 42 ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. അറബിക്കടലിലാണ് ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത്. തെറ്റാണത്. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപസമൂഹത്തിന്റെ തലസ്ഥാനം. 36 ദ്വീപുകൾ ഉൾപ്പെട്ടതാണ് നിക്കോബാർ. അതും തെറ്റാണ്.
ശരിയായതാണ് ചോദ്യം. 2ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി 2ഉം 3ഉം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. കിഴക്ക് തീരത്തെ തുറമുഖങ്ങൾ: 1 കാൻഡില, 2 നവശേവ, 3 പാരദ്വീപ്, 4 ഹാൽഡിയ. കിഴക്കൻ തീരത്തത് പാരദ്വീപും ഹാൽഡിയയുമാണ്. 3ഉം 4ഉം. ഓപ്ഷൻ ഡി 3ഉം 4ഉം. 44. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം. കോഴിക്കോട്. ഓപ്ഷൻ ബി കോഴിക്കോട്. 45. ISRO സ്ഥാപിതമായ വർഷം. 1969. ISRO സ്ഥാപിതമായ വർഷം 1969. 46. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏത്? ഓപ്ഷൻ സി അറബിക്ക. 47. ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? 107. ഓപ്ഷൻ ഡി 107. 48. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതാണ്? ഓപ്ഷൻ ബി നെല്ല്. ഖാരിഫ് വിള നെല്ല്. 49. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം? സർദാർ പട്ടേലും VP മേനോനും. ഓപ്ഷൻ സി ലയന കരാർ തയ്യാറാക്കിയത് സർദാർ പട്ടേൽ, VP മേനോൻ. 50. താഴെ തന്നിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? 1 വോട്ടർ പട്ടിക തയ്യാറാക്കൽ, 2 തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, 3 വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, 4 പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ. ഓപ്ഷൻ ഡി ഇതെല്ലാം ശരിയാണ്. 50 ഇവയെല്ലാം ശരിയാണ്. 51. സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏത്? ആദിത്യ L1. സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ആദിത്യ L1. 52. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം. ബീഹാർ. ഓപ്ഷൻ ബി ബീഹാർ. ഓപ്ഷൻ എ ബീഹാർ. 53. ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപിക തലത്തിലെ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും. ആര്? ഉൽപാദകർ. ഓപ്ഷൻ ഡി ഉൽപാദകരാണ് ഒന്നാമത്തെ ട്രോപിക തലത്തിൽ വരുന്നത്. 54. കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചി. വനഗവേഷണ സ്ഥാപനം പീച്ചി. 55. ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏത്? ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ബാർക്ക്. ഓപ്ഷൻ എ ബാർക്ക്. 56. ബുദ്ധിമാന്റെ നെല്ലെന്നറിയപ്പെടുന്ന നെല്ലിനം. പൊക്കാളി. ഓപ്ഷൻ എ പൊക്കാളി. 57. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായിട്ടുള്ളതാണ് ചോദ്യം. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. 2. ബെർബറി എന്ന രോഗം വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. തെറ്റാണ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്തത. 4. ബെർബറി എന്ന രോഗം വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. ശരിയായിട്ടുള്ളതാണ് ചോദ്യം. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 4ഉം. 58. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ് ആണ്, ചെവിയിലാണ് കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആര്? അരുൺ അലോഷ്യസ്. ഓപ്ഷൻ ഡി അരുൺ അലോഷ്യസ്. 60. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? ദീർഘദൃഷ്ടിയും വെള്ളഴുത്തും. 2ഉം 3ഉമാണ് ഉത്തരം. ഓപ്ഷൻ സി 2ഉം 3ഉം. 61. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തതേത്? ഉദാഹരണം അല്ലാത്തതാണ് ബേക്കലൈറ്റ്. ബേക്കലൈറ്റ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. ഓപ്ഷൻ ഡി. 62. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ശരിയായിട്ടുള്ളതാണ് ചോദ്യം. താപത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂൾ. ശരിയാണ്. താപത്തിന്റെ SI യൂണിറ്റ് ആണ് ഫാരൻഹീറ്റ്. തെറ്റാണ്. താപനിലയുടെ SI യൂണിറ്റ് ആണ് സെൽഷ്യസ്. തെറ്റാണ്. താപനിലയുടെ SI യൂണിറ്റ് ആണ്
കെൽവിൻ. ശരിയാണ്. ശരിയായിട്ടുള്ളത് 1 ഉം 4 1 ഉം 4 ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അലൂമിനിയത്തിന്റെ ഒരു ധാതുവാണ് ക്രയോലൈറ്റ്. ഓപ്ഷൻ ബി ക്രയോലൈറ്റ്. 64. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഇതിൽ തെറ്റായിട്ടുള്ളതാണ് ചോദ്യം. ബലം പാസ്കലാണ് തെറ്റായിട്ടുള്ളത്. പവർ വാട്ട് ശരിയാണ്. ഊർജം ജൂൾ. പ്രവൃത്തി ജൂൾ. ബലം പാസ്കൽ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. 65. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം കോയമ്പത്തൂർ. ഓപ്ഷൻ സി കോയമ്പത്തൂർ. 66. 2023 സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ടോവിനോ തോമസ്. 2023 സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടനാണ് ടോവിനോ തോമസ്. 67. ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു വൈറസ് ആണ്. ഓപ്ഷൻ ഡി. 68. ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏത്? ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി അലോപ്പതിയാണ്. ഓപ്ഷൻ സി. 69. അശ്വമേധം പദ്ധതി ഏതു രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്വമേധം കുഷ്ഠവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. ഓപ്ഷൻ സി. 70. നിപ്പ രോഗത്തിന്റെ പ്രകൃത്യാലുള്ള വാഹക ജീവി ഏത്? വവ്വാൽ. ഓപ്ഷൻ ബി വവ്വാൽ. 71. ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേര്? പൊൻവാക്ക്. ഓപ്ഷൻ സി പൊൻവാക്ക്. 72. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാൽ. ഓപ്ഷൻ ഡി മോഹൻലാൽ. 73ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തതേത്? തന്നിരിക്കുന്നതിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഓപ്ഷൻ ഡി ഹീമോഫീലിയ. ബാക്കി 3 ജീവിതശൈലി രോഗങ്ങളാണ്. 74. താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി മൃതസഞ്ജീവനിയാണ്. ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. 75. ശരിയായ ജോഡിയാണ് ചോദിച്ചേക്കുന്നത്. ക്ഷയം BCG ശരിയാണ്. ടെറ്റനസ് OPV. ഓറൽ പോളിയോ വാക്സിൻ ടെറ്റനസ് അല്ല, പോളിയാണ്. ഡിഫ്തീരിയ MMR ഡിഫ്തീരിയക്കുള്ളതല്ല. പോളിയോ DPT അതും തെറ്റാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് 1 മാത്രമാണ്. ക്ഷയം BCG 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 76. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏത്? രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പ്. ഓപ്ഷൻ ബി ഇരുമ്പ്. 77. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? 1. ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. ശരിയാണ്. 2. കോളറ വായുവിലൂടെ പകരുന്ന രോഗമാണ്. തെറ്റാണ്. 3. ചിക്കൻ ഗുനിയ മലിനജലത്തിലൂടെ പകരുന്ന രോഗമാണ്. തെറ്റാണ്. ശരിയായിട്ടുള്ളത് 1 മാത്രമാണ്. ഓപ്ഷൻ എ 1 മാത്രം ശരി. 78. അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏത്? മലമ്പനി. ഓപ്ഷൻ സി മലമ്പനി. 79. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി? എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി വിമുക്തി. ഓപ്ഷൻ എ വിമുക്തി. 80. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏത്? മെഡിസെപ്പ്. ഓപ്ഷൻ സി മെഡിസെപ്പ് ആണ് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി. മാത്സ് ആണ്. ഉത്തരം പറഞ്ഞു പോവാം. 81 ബോർഡ് മാസ് റൂൾ വെച്ചേണ്ടതാണ്. ഓപ്ഷൻ സി 145 ഉത്തരം. 82 ഓപ്ഷൻ എ 56 ഉത്തരം. 83 ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 4:65 ആണ് ഒറ്റപ്പെട്ടത്. ഓപ്ഷൻ സി. 84 25 പേരുള്ള ഒരു വരിയിൽ ആരതി മുൻപിൽ നിന്ന് 18ാമതും ലത പുറകിൽ നിന്ന് 21ാമതുമായാൽ
ഇവർക്കിടയിൽ എത്ര പേരുണ്ടെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 6. 85. അപ്പുവിന്റെ വയസ്സിന്റെ 8 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. 3 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ വയസ്സ് അപ്പുവിന്റെ വയസ്സിന്റെ 5 മടങ്ങാവും. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദ്യം. ഓപ്ഷൻ ബി 32. അടുത്തത് ഓപ്ഷൻ സി 0 എന്ന് കിട്ടും. ബോർഡ് മാസ് റൂൾ വെച്ച് ചെയ്യേണ്ടതാണ്. ഓപ്ഷൻ സി 0. 87. ഒരു സ്കൂളിലെ 20 അധ്യാപകരുടെ ശരാശരി പ്രായം 35 ആണ്. ഇതിൽ 25 വയസ്സുള്ള അധ്യാപകൻ സ്ഥലം മാറിപ്പോയി. പകരം 45 വയസ്സുള്ള അധ്യാപകൻ വന്നു. ഇപ്പോൾ അവരുടെ ശരാശരി പ്രായം എത്ര? ഇപ്പോഴത്തെ ശരാശരി പ്രായം 36 ആണ്. ഓപ്ഷൻ ബി. അടുത്തത് 3/4 എന്ന് കിട്ടും. ഓപ്ഷൻ എ 3/4 ആണ് ഉത്തരം. 89. 72 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടി 4 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ചോദ്യം. 4.8 കിലോമീറ്റർ. ഓപ്ഷൻ ഡി. 90. ഒരാൾ 450 രൂപയ്ക്ക് ആപ്പിൾ വാങ്ങി 423 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനം? നഷ്ടം 6%. ഓപ്ഷൻ എ 6%. 91. സമാന ബന്ധം കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി. ADKM ആണ് ഉത്തരം. 91 ഓപ്ഷൻ ഡി. 92. ഓപ്ഷൻ എ 13 ആണ് ഉത്തരം. ഓപ്ഷൻ എ. 93. കൂട്ടത്തിൽ പെടാത്തതാണ് ചോദ്യം. ഓപ്ഷൻ ഡി 125/625 ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. 94. 4 + 8 = 20 ആയാൽ 6 + 10 എന്നത് ഏത് സംഖ്യയോട് തുല്യമായിരിക്കും എന്നാണ് ചോദ്യം. 44. ഓപ്ഷൻ ബി 44. 95. ശരിയായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഏതെന്നാണ് ചോദ്യം. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ, ബാക്ടീരിയ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ശരി. ഓപ്ഷൻ സി. 96. 2 സംഭരണികളിൽ യഥാക്രമം 650 ലിറ്റർ 780 ലിറ്റർ വെള്ളം അടങ്ങിയിരിക്കുന്നു. 2 സംഭരണികളിലെയും വെള്ളത്തിന്റെ അളവ് കൃത്യമായി കണക്കാക്കാൻ കഴിയുന്ന മറ്റൊരു സംഭരണിയുടെ പരമാവധി ശേഷി എത്രയെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി 130 ലിറ്റർ. 97. 1 ഉം 4 1/4 വർഗം എത്രയെന്നാണ് ചോദ്യം. 25/16. ഓപ്ഷൻ ഡി. 98. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓപ്ഷൻ സി 1.2 എന്ന് കിട്ടും. ഓപ്ഷൻ സി. 99. ഒരു സഞ്ചിയിൽ 36.75 കിലോഗ്രാം അരിയുണ്ട്. ഇത് തുല്യമായി 7 സഞ്ചികളിലാക്കിയാൽ ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം അരി ഉണ്ടായിരിക്കും? 5.25 കിലോഗ്രാം. ഓപ്ഷൻ ഡി. 100. 12, 15, 18 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി 180. ഓക്കെ ഫ്രണ്ട്സ്, ക്വസ്റ്റ്യന്റെ PDF ആവശ്യമുള്ളവർ PYQ സ്റ്റഡി സ്റ്റുഡിയോ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.